ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. എന്താണ് മെക്സ് 7? 7 തരം വ്യായാമങ്ങളുള്ള 21 മിനിറ്റ് വരുന്ന പരിശീലനം. മലബാറിൽ 1000-ഓളം യൂണിറ്റുകളുള്ള ഈ വ്യായാമ പദ്ധതി വഴി വർഗീയ സന്ദേശങ്ങൾ നൽകുകയാണോ ഉണ്ടെന്ന് കാന്തപുരം AP വിഭാഗം ആരോപിക്കുന്നു. AP വിഭാഗത്തിന്റെ ആരോപണത്തെ CPIM ശരിവെക്കുന്നു. ഈ കൂട്ടായ്മയ്ക്ക് ആശംസ നേർന്ന നേരത്തെ മന്ത്രി മുഹമ്മദ് റിയാസ് കത്തയച്ചിട്ടുണ്ട്. കൂട്ടായ്മ വ്യാപിപ്പിക്കണമെന്ന് മുഹമ്മദ് റിയാസ് തന്നെ ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് ഇവരുടെ വാദം. മെക്സ് 7ന്റെ കോഴിക്കോട് നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തതാകട്ടെ മുൻമന്ത്രി അഹമ്മദ് ദേവർകോവിലാണ്. ബീന ഫിലിപ്പും പരിപാടി ഉദ്ഘാടനം ചെയ്തിരുന്നു. മെക്സ് 7 കൂട്ടായ്മയിൽ CPIM നേതാക്കളുമുണ്ട് എന്നാണ് ഇവരുടെ അവകാശവാദം. ഒരു വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥന്റെ മനസ്സിലുദിച്ച ആശയം ഇപ്പോൾ മറ്റു ചിലർ ഹൈജാക്ക് ചെയ്തുവെന്ന ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. കൂട്ടായ്മയുമായി വർഷങ്ങൾക്ക് മുൻപ് NDF വന്നതിനെയും അന്ന് അതിനെ എതിർത്തതിനെയും കാന്തപുരം വിഭാഗം ചൂണ്ടിക്കാട്ടുകയാണ്. ആശയങ്ങളിലെ ഭിന്നിപ്പ് മുസ്ലിം കൂട്ടായ്മയെന്ന വാദം കൊണ്ട് കൂട്ടിച്ചേർക്കാനാകില്ല എന്ന് AP വിഭാഗം ഉറച്ചു പറയുന്നു. വാസ്തവം എന്താണ്? മെക്സ് 7ൽ ഒളിച്ചുകടത്തലും. ചർച്ചയിൽ മുസ്ലിം ലീഗിൽ നിന്നും PK നവാസ് ഉണ്ട്, SYS വക്താവ് KV ബഷീറുണ്ട്, മെക്സ് 7 കൂട്ടായ്മയുടെ കോർഡിനേറ്റർ M ഫിറോസ് ഉണ്ട്. ആദ്യം ഞാൻ ഫിറോസിലേക്ക് പോവുകയാണ്. ഫിറോസ്, എന്താണ് മെക്സ് 7? മെക്സ് 7 ഒരു വ്യായാമ പദ്ധതിക്കപ്പുറം മറ്റെന്തൊക്കെയോ ആണെന്നുള്ള ആശങ്കയും ആരോപണങ്ങളുമാണല്ലോ ഇപ്പോൾ ഉയരുന്നത്. നിങ്ങൾ ഈ പദ്ധതി ഒന്ന് വിശദീകരിക്കാമോ? മെക്സ് 7 മൾട്ടിപ്പിൾ എക്സസൈസ് കോമ്പിനേഷനാണ്. ആ കോമ്പിനേഷനെ പറ്റി നേരത്തെ തന്നെ വളരെ ക്ലിയറായിട്ട് ഇന്ന് നമ്മളെ ബ്രാൻഡ് അംബാസഡർ സംസാരിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഏകദേശം ഒരേ സമയത്ത് തുടങ്ങുന്ന 25 മിനിറ്റ് 30 മിനിറ്റ് കൊണ്ട് അവസാനിക്കുന്ന ഒരു കോമ്പിനേഷൻ എക്സസൈസസാണ്. ഇതിൽ പ്രധാനമായും ഈ ജീവിതശൈലി രോഗങ്ങളാൽ പ്രയാസപ്പെടുന്ന അല്ലെങ്കിൽ റിട്ടയർ ചെയ്ത ആൾക്കാർ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റിനോട് അടുക്കുന്ന ആളുകൾ 50ൻ്റെ അങ്ങോട്ടുള്ള ആളുകളാണ്. അവരുടെ ഒറ്റപ്പെടലിൽ നിന്ന് അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ സജഷൻ പ്രകാരമുള്ള പല രീതിയിലുള്ള കാര്യങ്ങളൊന്നും നടക്കാതെ വരുമ്പോൾ അല്ലെങ്കിൽ അതിനൊരു യോജിച്ച് ഒന്നിച്ച് ഒരു സ്ഥലത്ത് ഗ്യാദർ ചെയ്ത് ചെയ്യാണ്. ഇപ്പം ഞങ്ങളിവിടെ ബീച്ചിലുള്ളത് എല്ലാ വിഭാഗം ആളുകളുണ്ട്, എല്ലാ ആളുകളുണ്ട്. അപ്പോൾ അതിൽ വേറെ ഒന്നും കാണുന്നില്ല. ഞാൻ അതിൽ ജോയിൻ ചെയ്ത് ഒന്ന് വിശദീകരിക്കാമോ ശ്രീ ഫിറോസ്? എല്ലാ വിഭാഗം എന്ന് പറയുമ്പോൾ ആരൊക്കെയുണ്ട്? അതിൽ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. ഇവിടെയുള്ള കോഴിക്കോട്ടുള്ള എല്ലാ വിഭാഗം എന്ന് പറഞ്ഞാൽ മുസ്ലിംസ് ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്. പിന്നെ അല്ലാതെ അതിൽ അതിൻ്റെ കോർഡിനേഷന് വേണ്ടിയിട്ട് ഗുജറാത്ത് പോലുള്ള ആളുകൾ അവർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾക്ക് സ്ഥിരം പ്രചോദനം തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ വന്ന് നോക്കി നിൽക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് പങ്കെടുക്കാൻ കഴിയില്ല. അങ്ങനെ എല്ലാ വിഭാഗം ആളുകളുണ്ട്. പിന്നെ പൊളിറ്റിക്കലി വ്യത്യസ്ത പൊളിറ്റിക്കൽ കാഴ്ചപ്പാടുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ആളുകളുണ്ട്. അവർ എക്സ്പീരിയൻസ്ഡ് ആകുമ്പോഴാണ് അതിലേക്ക് വരുന്നത്. ഒരു പ്രത്യേക അനുഭൂതി അല്ലെങ്കിൽ ഒരു പ്രത്യേക രാവിലത്തെ ഉന്മേഷം നമ്മളെ എന്തിനും ജോലിക്ക് പോകാനും അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതുകൊണ്ടാണ് അതിങ്ങനെ കൂടി വരുന്നത് ആളുകൾ. ഇതിൽ യോഗയാണോ? യോഗയ്ക്കപ്പുറം വേറെ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്? ഈ മെക്സ് 7 എന്ന് പറയാൻ കാരണം 7 എക്സസൈസ് രീതിയിലുള്ള കൂടിച്ചേർന്നിട്ടുള്ള ഒരു സംഭവമാണ്. യോഗ എയറോബിക്സ് ഉണ്ട്, യോഗ ഉണ്ട്, പിന്നെ അങ്ങനെ 7 എക്സസൈസ് കൂടിയിട്ടാണ്. ഞാനിപ്പോൾ മെക്സ് 7ൽ നിൽക്കുന്ന എക്സസൈസാണ് എനിക്ക് അറിയുന്നത്. അപ്പം ബാക്കിയുള്ളതൊന്നും ഞാൻ അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും എളുപ്പമായി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഏത് പ്രായക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം. ശരി, ഇതിലേക്ക് ആളുകളെ എങ്ങനെയാണ് നിങ്ങൾ വിളിക്കുന്നത്? ഇതെങ്ങനെയാണ് ഇതിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നത്? ഇപ്പോൾ ഒരു 1000 യൂണിറ്റെങ്കിലും ഉണ്ട് അല്ലേ? ഇത് ഇപ്പോൾ കൃത്യമായിട്ട് എത്ര യൂണിറ്റ് ഉണ്ട് അറിയില്ല കൃത്യമായിട്ട്. ഞങ്ങളിവിടുത്തെ യൂണിറ്റ് ഇവിടെ ഉണ്ട്, മാനേജറുണ്ട്, കുറ്റിച്ചിറയിലുണ്ട്. മലബാറിൽ കൊണ്ടോട്ടി നിന്നാണ് അതിൻ്റെ സ്റ്റാർട്ടപ്പ് തുടങ്ങിയത്. ശരി, ഇപ്പോൾ മലബാറിൽ വ്യാപിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ടോട്ടി നിന്നാണ്. അപ്പോൾ കൊണ്ടോട്ടി അഡ്ജോയിനിങ് സ്ഥലത്ത് നിന്നൊക്കെ വന്ന് അങ്ങനെയാണ് അതെല്ലാം മലബാറിലായി മാറാൻ കാരണം വേറെ എവിടെ നിന്നാണ് തുടങ്ങിയെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലാണ് അത് വരിക. കാരണം ഞങ്ങളത് കണ്ടിട്ടാണ്, ഞങ്ങൾ ബീച്ചിൽ നിന്ന് എക്സസൈസ് ചെയ്യുന്നത് കണ്ട് മാനാഞ്ചിറയിലെ ആളുകൾ കൂടി. അത് മാനാഞ്ചിറ കണ്ട് ഇപ്പോൾ സരോവരത്തേക്ക് ആളുകൾ ഒരുങ്ങിക്കൂടി നിൽക്കുകയാണ്. അതുപോലെ പിന്നെ
പെണ്ണുങ്ങൾക്ക് വേറെ തന്നെ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. സ്ത്രീകൾക്ക് വേറെയാണ്. മാനേജറിൽ എല്ലാ വിഭാഗം ആളുകളും വരുന്നുണ്ട്. സ്ത്രീകൾക്ക് എല്ലാ മതപരമായിട്ട് എല്ലാം കീപ്പ് ചെയ്യുന്ന ആളുകളുണ്ടാവുമല്ലോ, വ്യത്യസ്തത കീപ്പ് ചെയ്യുന്ന ആളുകളുണ്ടാവും. അതുമല്ല ഓപ്പണായിട്ട് സ്ത്രീകൾ വരുമ്പോൾ അവരെ ഉണ്ട്. അപ്പോൾ മാനാഞ്ചിറയും ബീച്ചും രണ്ട് ഇതാണ്. ബീച്ചിൽ അങ്ങനെ പെണ്ണുങ്ങൾക്ക് ഇല്ല. ബീച്ച് ഓപ്പൺ സ്ഥലമായതുകൊണ്ടും പെണ്ണുങ്ങൾ വരാത്തതുകൊണ്ടും നമ്മളവിടെ പെണ്ണുങ്ങൾ ഇല്ല. അതേ സ്ഥാനത്ത് ഇവിടെ കുറ്റിച്ചിറ പോലുള്ള സ്ഥലമാകുമ്പോൾ അവിടെ പെണ്ണുങ്ങൾ മാത്രമാണ്, ട്രെയിൻഡ് ആയിട്ടുള്ള പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങൾക്ക് അവിടെ ഉള്ളത്. അതേ അവസരത്തിൽ മാനാഞ്ചിറ നോക്കുമ്പോൾ മാനാഞ്ചിറ ഓപ്പണായിട്ട് പെണ്ണുങ്ങളും ലേഡീസും ഉണ്ട്, അല്ല ജെൻസും ഉണ്ട്. ശരി, ശ്രീ ഫിറോസ്, ഇപ്പോൾ ഈ MEC7 പരിശീലനവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ഒരു ആരോപണം, ഇത് മുസ്ലിം കൂട്ടായ്മയ്ക്കുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അതായത് ആശയപരമായി ഭിന്നിച്ച് പല വിഭാഗങ്ങളായി കിടക്കുന്ന മുസ്ലിം വിഭാഗം, അതിൽ യോജിക്കാൻ ഒരു തരത്തിലും താല്പര്യമില്ലാതെ മാറി നിൽക്കുന്നവരുണ്ട്. അവരെ കൂടി കൊണ്ടുവന്നുകൊണ്ട് ഒരു ഐക്യപ്പെടുത്തൽ, അത് ആ ആശയം എന്നുള്ളത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയമാണ്. ആ ആശയം പതുക്കെ ഒളിച്ചു കടത്തുകയാണ് MEC7 എന്നുള്ള ആരോപണമാണ് ഉയർത്തപ്പെടുന്നത്. അതെങ്ങനെയാണ്? ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഇതര മതസ്ഥരും വരാറുണ്ട് എന്ന്. പക്ഷേ ഈ വ്യായാമ പരിശീലനത്തിന് ശേഷം സലാം പറയൽ, സലാം മടക്കി വാങ്ങൽ, അതിനിടയ്ക്ക് ചില മതപരമായ ചില കാര്യങ്ങൾ പറയൽ, ചില സന്ദേശങ്ങൾ നൽകൽ, ആ സന്ദേശങ്ങളിൽ ഈ തരത്തിലുള്ള ഇതര മതവിദ്വേഷം വരെ തോന്നിക്കാവുന്ന കാര്യങ്ങൾ അത് പതുക്കെ കൊണ്ടുവരുന്നു എന്നുള്ള ആരോപണത്തെ എങ്ങനെയാണ് താങ്കൾ അതിന് മറുപടി നൽകുക? അത് തീർത്തും തെറ്റാണ്. അങ്ങനെ ഒരു കാര്യവും ഇല്ല. അത് വെറുതെ അതിന് നമ്മളെ കൂടെ വന്ന് നമ്മളെ കൂടെ എക്സസൈസ് ചെയ്ത് അത് അങ്ങനെ നിന്നാൽ അത് ക്ലിയറായിട്ട് മനസ്സിലാവുമല്ലോ. നമ്മൾ അത്രയും ഫ്രണ്ട്ഷിപ്പിലാണ് എല്ലാവരുമായിട്ടും. ആ രാവിലെ അത് കഴിഞ്ഞാൽ ഒരു സലാം പരിഹാരമൊന്നുമില്ല, കൈ കൊടുക്കും, അല്ലെങ്കിൽ അതിന് സമയമില്ലാത്ത ആൾക്കാർ അതിന് പെട്ടെന്ന് പോകും. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പ്രായ വ്യത്യാസ ഭേദമന്യേ അല്ലെങ്കിൽ വേറെ ഏജ് വ്യത്യാസമില്ലാതെ എല്ലാവരുമായിട്ടുള്ള ഒരു ഇതാണ്. അല്ലാതെ വേറെ അത് തീർത്തും തെറ്റാണ്. അങ്ങനെ ഒരു സംഭവമില്ല. കോഴിക്കോട് നമ്മളിപ്പോൾ തുടങ്ങി വന്ന പോലെ ഒരു സെപ്റ്റംബർ 8 കോഴിക്കോട് ബീച്ചിൽ തുടങ്ങിയത്. ഇപ്പം ഇന്നത് 100 ദിവസമായിട്ടുണ്ട്. അന്ന് തുടങ്ങി ഇന്ന് വരെ അങ്ങനെ ഒരു മെസ്സേജും ഒരു സന്ദേശവും ഒന്നും ആർക്കും കൊടുത്തിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അപ്പുറത്ത് എന്താണെന്ന് പറയാ, കാര്യം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ താങ്കളിലേക്ക് വരാം. ശ്രീ KV ബഷീർ SYS വക്താവാണ്. SYS എന്ന് പറയുമ്പോൾ AP വിഭാഗത്തിൻ്റെ യുവജന വിഭാഗം പ്രതിനിധി. KV ബഷീർ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ആരോഗ്യ പരിപാലനത്തിലുള്ള ഈ പദ്ധതിയെ എതിർക്കുന്നത്? അതിനപ്പുറം അത് ഏത് രൂപത്തിൽ പോകുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ആരോപണം. അതിനെന്തെങ്കിലും തെളിവുണ്ടോ? ഈ പറയുന്ന പോലെ സലാം പറയലൊക്കെ ഒരു വലിയ പാതകമായിട്ട് കാണേണ്ടതുണ്ടോ? അതിൽ സലാം ഇപ്പോൾ ആരെ കണ്ടാലും വലൈക്കും അസ്ലാം എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? അങ്ങനെ മടക്കി കൊടുക്കില്ല മറ്റു വിഭാഗങ്ങൾ എന്നൊക്കെ പറയുന്നു. എനിക്കത് വ്യക്തതയില്ല, അതുകൊണ്ട് ചോദിക്കുകയാണ്. സലാം അലൈക്കും എന്ന് പറഞ്ഞ് വലൈക്കും അസ്ലാം എന്ന് തിരിച്ചു പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയോട് സുന്നി വിഭാഗം പറയില്ല എന്ന് കേൾക്കുന്നു, മുജാഹിദിനോട് തിരിച്ചു പറയില്ല എന്ന് കേൾക്കുന്നു. ഇതിലൊക്കെ എത്രത്തോളം സത്യമുണ്ട്? നിങ്ങൾ അവസാനം പറഞ്ഞ ആ വിഷയത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാം. ഒരു ആദർശപരമായ വിഷയത്തെ സംബന്ധിച്ചാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത്. അതായത് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള മുജാഹിദ് പോലെയുള്ള മതപരിഷ്കരണവാദികളെന്ന് പൊതുവെ പറയപ്പെടുന്ന വിഭാഗങ്ങളുമായി സുന്നി വിഭാഗം പുലർത്തിപ്പോരുന്ന ആദർശപരമായ വ്യത്യാസത്തിൻ്റെ ഭാഗമായി അത്തരം ചില കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അത് ഒരു മതവേദിയല്ലാത്തതുകൊണ്ട് എത്രത്തോളം ഇവിടെ അത് ദീർഘമായി വിശദീകരിക്കാൻ കഴിയുമെന്നറിയില്ല. എങ്കിലും ഞാൻ വളരെ ലളിതമായി ചുരുക്കി പറയുകയാണ്. മതപരമായ ചില വിഷയങ്ങളിൽ തെറ്റായ നിലപാട് സ്വീകരിക്കുമ്പോൾ ചില അച്ചടക്കപരമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും. അതിൻ്റെ ഭാഗമായി മാത്രമാണ് അങ്ങനെയൊരു നിലപാട് സുന്നി വിഭാഗങ്ങൾ സ്വീകരിച്ചു പോരുന്നത്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ഈ സലാം പറയുക, അതിന് മടക്കാതിരിക്കുക പോലെയുള്ള കാര്യങ്ങളിൽ മാത്രമാണ് പലപ്പോഴും സുന്നികളെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ഇവിടെ വിഷയമായി ഉന്നയിക്കപ്പെടാറുള്ളത്. അതേ സ്ഥാനത്ത് ഈ ജമാഅത്തെ ഇസ്ലാമി ആകട്ടെ അല്ലെങ്കിൽ മുജാഹിദ് വിഭാഗമാകട്ടെ, അവർ സുന്നികളെ തിരിച്ച് കാണുന്നത് അവർ മുശ്രിക്കുകൾ എന്ന നിലയിലാണ്. എന്ന് പറഞ്ഞാൽ ബഹുദൈവാരാധകർ എന്ന് നമുക്കതിനെ മലയാളീകരിക്കാൻ കഴിയും. അത്രയും വലിയ ഒരു കൊടും പാതകികളായി മതത്തിൽ നിന്ന് തന്നെ പുറത്തുപോയ ഒരു വിഭാഗമായി ചിത്രീകരിക്കുകയും അങ്ങനെ മുസ്ലിം
ആയി അംഗീകരിക്കാൻ പോലും തയ്യാറല്ലാത്ത വിധത്തിൽ മുശ്രിക്ക് എന്ന മുദ്ര കുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന വിഭാഗങ്ങളാണ് മുജാഹിദ് ആകട്ടെ, ജമാഅത്ത് ഇസ്ലാമി ആകട്ടെ, അത്തരത്തിലുള്ള ശരി, നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായ വ്യത്യാസം മനസ്സിലാക്കുന്നു ശ്രീ പി കെ നവാസ്, ക്ഷമിക്കണം ശ്രീ കെ ബി ബഷീർ. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഒരു ആരോഗ്യ പദ്ധതി അല്ലെങ്കിൽ ഈ പരിശീലനത്തെ നിങ്ങൾ എതിർക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമിക്കാർ അതിൽ കടന്നുകൂടിയിരിക്കുന്നെന്നും അവരാണ് അത് നിയന്ത്രിക്കുന്നതെന്നും നിങ്ങൾ പറയുന്നത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്? ഓക്കെ, ഞാൻ അതിലേക്ക് വരാം. താങ്കൾ അതിനിടയിൽ ഇങ്ങനെ ഒരു ചോദ്യം കൂടി ചോദിച്ചത് കൊണ്ടാണ് അതിനിങ്ങനെ മറുപടി പറഞ്ഞു പോകേണ്ടി വരുന്നത്. അല്ലെങ്കിൽ പൊതുവെ ആളുകൾ തെറ്റിദ്ധരിക്കുമല്ലോ, അതുകൊണ്ട് കൂടിയാണ് ഇങ്ങനെ പറഞ്ഞു പോരേണ്ടി വരുന്നത്. അപ്പം അങ്ങനെ ഒരു മുശ്രിക്കായി മുദ്ര കുത്തുന്ന ഒരു സാഹചര്യത്തിൽ അതിനെതിരെ രംഗത്ത് വരാതെ സുന്നികൾ സലാം പറയുന്നത് നിരോധിക്കുന്നു, വിരോധിക്കുന്നു പോലെയുള്ള കാര്യങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു പരിസരം നമുക്കകത്ത് രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഭാഗം ഒന്ന് പറഞ്ഞു വെച്ചു, അത് ക്ലിയർ ആകാൻ വേണ്ടി എന്ന് മാത്രം. ഇനി ആരോഗ്യപരമായ ഒരു ആവശ്യത്തിനു വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ, ആ സംവിധാനങ്ങളെ ഞങ്ങൾ തുറന്നെതിർക്കുകയല്ല. അങ്ങനെ ആരോഗ്യ പരിപാലനത്തിനു വേണ്ടി എന്തെല്ലാം സംവിധാനങ്ങൾ നമുക്കിടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ അതേ സ്ഥാനത്ത് നമുക്ക് ഇവിടെ മെക്സവനുമായി ബന്ധപ്പെട്ട് ചില ആശങ്കകൾ നിലവിൽ വരികയും ആ ആശങ്കകളുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് ചെയ്തത്. ഒരിക്കലും ഒരു തീർപ്പിലെത്തിയിട്ടില്ല. ഒരിക്കലും ഇതൊരു തീവ്രവാദ സംഘടന നടത്തുന്ന പരിപാടിയാണെന്നോ, അല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്നവർ തീവ്രവാദികളാണെന്നോ, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും രീതിയിലുള്ള അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഞങ്ങൾ ഒരിക്കലും ഉന്നയിച്ചിട്ടില്ല. അതേ സ്ഥാനത്ത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് മെക്സവനുമായി ബന്ധപ്പെട്ട്. ആ ചോദ്യങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരിൽ നിന്ന് കൃത്യമായ മറുപടി ലഭിക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ആ ചോദ്യം ഇപ്പോഴും ഇങ്ങനെ അന്തരീക്ഷത്തിൽ തുടരുന്നത്. CPM ഏറ്റെടുത്ത കാര്യം കൂടി താങ്കൾ കാണുന്നുണ്ടല്ലോ. CPM ഇന്ന് പ്രതികരിച്ചത് പി മോഹന്റെ പ്രസംഗമൊക്കെ താങ്കളും കേട്ടിരിക്കുമല്ലോ. CPM ഇവിടെ ഉന്നയിച്ച ചോദ്യവും ഞങ്ങൾ ഉന്നയിച്ച ചോദ്യവും തമ്മിൽ അന്തരമുണ്ട്. ഞങ്ങൾ അത്തരം വിഷയത്തിലേക്ക് CPM ഓൺ ചെയ്ത കാര്യങ്ങളിലേക്ക് പോയിട്ടേയില്ല. യെസ്, ആ അന്തരത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ ഉന്നയിച്ച ചോദ്യം എന്ന് പറയുന്നത്, നേരത്തെ ആരംഭത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിങ്ങൾക്കിടയിൽ പല അവാന്തര വിഭാഗങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മുസ്ലിം മുഖ്യധാരയിൽ ഇടം കിട്ടാത്ത അത്തരം സംഘടനകൾ, ആ സംഘടനകളുമായി ഞങ്ങൾക്ക് ആദർശപരമായ ചില വിയോജിപ്പുകളുണ്ട്. ആ സംഘടനകളിലേക്കുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയായി മെക്സവൻ മാറുന്നുണ്ടോ എന്ന സംശയമാണ് ഞങ്ങൾ ഉന്നയിച്ചത്. അതിനുണ്ടായ സാഹചര്യം താങ്കൾ തന്നെ നേരത്തെ ഉന്നയിച്ചതുപോലെ ഈ സലാം പറയുന്നതുമായി ബന്ധപ്പെട്ടും മറ്റുമൊക്കെ ഈ മെക്സവനുമായി ബന്ധപ്പെട്ട് നടന്ന ഈ ആരോഗ്യ പരിപാടിയിൽ ഒരു ചർച്ചയായി അവിടെ ഉന്നയിക്കുകയും സംസാരിക്കുകയും ചെയ്തതിൻ്റെ വിഷ്വൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു ആരോഗ്യ പരിപാലനത്തിന് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പരിപാടി ആണ് എങ്കിൽ ആ പരിപാടിക്കിടെ ഇത്തരം മതപരമായ കാര്യങ്ങളൊക്കെ വലിച്ചിഴച്ചുകൊണ്ട് ഇത് മുസ്ലിം സമുദായത്തെ ആ പ്രസംഗത്തിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. മുസ്ലിങ്ങൾക്കിടയിൽ ഒരു ഐക്യം കൊണ്ടുവരിക, മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നിച്ചു നിൽക്കുന്നത് അവസാനിപ്പിക്കുക, അതിനൊരളവോളം ഈ പരിപാടി ഫലവത്തായിട്ടുണ്ട് എന്ന അർത്ഥത്തിലുള്ള സംസാരം പോലും അവിടെ നടന്നതായി നിങ്ങൾക്ക് ആ വിഷ്വലിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നതാണ്. അപ്പം അത്തരം കാര്യങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആരോഗ്യരംഗത്തെ പരിപാലനവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ സുരക്ഷയ്ക്ക് വേണ്ടി നടത്തുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായി സംസാരിക്കുന്നത് എന്നതാണ് ഞങ്ങളെ ആശങ്കപ്പെടുത്തിയത്. അതാണ് ഞങ്ങൾ ഒരു ചോദ്യമായി ഉന്നയിച്ചത്. ഇത്തരത്തിലുള്ള സംഘങ്ങൾ അവരുടെ ഐഡിയോളജി എന്താണ്, കാര്യങ്ങളിൽ നിന്ന് അതിൽ എന്താണ് വ്യത്യാസം? CPM അത് തന്നെയാണ് പറയുന്നത്. CPM ഉന്നയിച്ചത് ആദർശപരമായ ആ വ്യത്യാസത്തെക്കുറിച്ചല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ചുകൂടെ കടന്നുകൊണ്ട് ഇത് പോപ്പുലർ ഫ്രണ്ടിന്റെ പിൻബലത്തോടു കൂടി അല്ല, ഞങ്ങൾ ഉന്നയിക്കുന്ന മുസ്ലിം സംഘടനകൾക്കിടയിൽ നിലനിൽക്കുന്ന സുന്നികൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആദർശപരമായ നിലപാടുണ്ട്. ആ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സംഘം ഇവിടെ രൂപപ്പെടുന്നു, ആ ആദർശത്തിനെതിരെയായി പ്രവർത്തിക്കുന്നു പോലെയുള്ള ആശങ്കകളെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഒരു സംശയം ഉന്നയിച്ചത്. തീർച്ചയായിട്ടും വേണം ഈ ആരോപണങ്ങളെയും CPMന്റെ വിഷയം ഏറ്റെടുക്കലിനെയും ഒക്കെ കാണാൻ. ലീഗ് ഇക്കാര്യത്തിൽ എവിടെയാണ് നിൽക്കുന്നത്? ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ സ്മൃതി, ഈ ചർച്ചയുടെ തുടക്കത്തിൽ എനിക്ക് പറയാനുള്ളത്, ഏറെ നിരാശയോടെയാണ് ഞാൻ നിങ്ങളുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. കാരണം മെക്സവനുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ചർച്ചകളിൽ ഇന്ന് കേരളത്തിലെ എല്ലാ ചാനലുകളും രാവിലെ ഇതുമായി ബന്ധപ്പെട്ട ന്യൂസ് ഹെഡ്ലൈനുകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ ഒരു ഹെഡ്ലൈനിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ പ്രധാനപ്പെട്ട ഭരണകക്ഷിയായ CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ശ്രീ മോഹനൻ മാസ്റ്ററുടെ ഒരു പ്രതികരണമാണ്. നിങ്ങളും ഇപ്പോൾ ഈ ചർച്ചയുടെ താഴെ എഴുതി കാണിക്കുന്നത് അത് തന്നെയാണ്. ഇതിന് നിരോധിത സംഘടനകളുമായി MEC-7 ബന്ധമുണ്ട് എന്ന അദ്ദേഹത്തിൻ്റെ പരാമർശമാണ്. ആ പരാമർശം നടത്തിയ പാർട്ടിയുടെ പ്രതിനിധി ഈ ചർച്ചയിലില്ല. പിന്നെ ഈ ചർച്ച ആരോടാണ് സംവദിക്കേണ്ടത്? ഇതിൽ ചർച്ചയിലിരിക്കുന്ന പ്രതിനിധികൾ എന്ന് പറയുന്നവർ നേരത്തെ അതാണ് ഞാൻ ചോദിക്കുന്നത്. കേരളത്തിൽ അങ്ങനെ ഒരു വിവാദമായ പരാമർശം നടത്തി ഈ വിഷയത്തെ ഒരു തീവ്രവാദ സ്വഭാവമുണ്ട് എന്ന രൂപത്തിലേക്ക് വരുത്തി തീർക്കാൻ ശ്രമിച്ചത് ഈ പറയുന്ന CPM-ന്റെ പ്രതിനിധികളാണ്. ഇന്ന് ഞാൻ മറ്റൊരു ചാനൽ കണ്ടു, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ഒരുങ്ങുന്നു എന്ന്. അപ്പോൾ NIA പോലുള്ള ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷണത്തിന് ഒരുങ്ങുന്നു എന്ന വാർത്ത ശരിയാണെങ്കിൽ അതിനുതകുന്ന രൂപത്തിലേക്ക് ഇതിനെ പാകപ്പെടുത്തി കൊടുത്തത് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ശ്രീ മോഹനൻ മാസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പ്രതിനിധി ഈ ചർച്ചയിലില്ല. ഇനി ഈ MEC-7-മായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിലുള്ള പണ്ഡിതന്മാർ പറഞ്ഞത്, അദ്ദേഹം ഇവിടെ പറഞ്ഞു, അത് അവരുടെ ആശയപരമായ കാര്യമാണ്. നിങ്ങൾ എഴുതി കാണിക്കുന്നു സുന്നി പ്രവർത്തകർ വഞ്ചിതരാകരുത് എന്നാണ് അവർ പറഞ്ഞത്. അത് അവരുടെ സംഘടനാപരമായ കാര്യമാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് MEC-7-മായി ബന്ധപ്പെട്ട് ഇന്ന് ഇത്തരം വാർത്തകൾ വന്നപ്പോൾ ഞാൻ അന്വേഷിച്ചു. നിലവിൽ നമ്മൾ ഈ സ്റ്റുഡിയോയിൽ ചർച്ച നടത്തുന്നത് വരെ MEC-7 ഏതെങ്കിലും മതത്തിൻ്റെയോ ഏതെങ്കിലും ഒരു ജാതിയുടെയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൻ്റെയോ ഏതെങ്കിലും തരത്തിലുള്ള അത്തരത്തിലൊരു കോളത്തിനകത്തോ നിൽക്കുന്നതായി നമുക്ക് എവിടെയും കാണാൻ സാധിച്ചിട്ടില്ല. എൻ്റെ ഇന്നത്തെ പകലിലെ നിങ്ങളുടെ വാർത്തയ്ക്ക് പിറകിലുള്ള എൻ്റെ അന്വേഷണത്തിൽ എൻ്റെ നിയോജക മണ്ഡലം വള്ളിക്കുന്ന് നിയമസഭാ മണ്ഡലമാണ്. അതിൽ ചേളാരി എന്ന് പറയുന്ന എൻ്റെ നാടിൽ നിന്ന് കേവലം 4 കിലോമീറ്റർ അകലമുള്ള ചേളാരി തേഞ്ഞിപ്പലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളത്. തേഞ്ഞിപ്പലത്തിൻ്റെ പേരിലാണ്. അവിടെ രജിസ്റ്റർ ചെയ്ത ഒരു ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഈ MEC-7 എന്ന് പറയുന്ന ഒരു സംഗതി നടക്കുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചു. ഇതിൻ്റെ ആദ്യത്തെ സംഘടനാ രൂപം ഉണ്ടായത് പെരുവള്ളൂർ എന്ന് പറയുന്ന എൻ്റെ തൊട്ടടുത്ത പഞ്ചായത്തിലാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ആദ്യത്തെ ഈ പറയുന്ന സംഘം ഉണ്ടായത് കൊണ്ടോട്ടിയിലാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായി അന്വേഷണം നടത്തുമ്പോൾ ഇതിലെവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയമായോ മതപരമായോ ഏതെങ്കിലും ഒരു കോളം നമുക്കാർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നിങ്ങളിവിടെ ചർച്ച കൊണ്ടിരിക്കുമ്പോൾ ഇത് മുസ്ലിം സമുദായത്തിൻ്റെ എന്തോ ഭയങ്കരമായ പ്രശ്നമാണ് എന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ ദയവ് ചെയ്ത് സ്മൃതിയോട് ഞാൻ റിക്വസ്റ്റ് ചെയ്ത് പറയാണ്, ഇത് ഈ സമുദായവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമേ അല്ല. സമുദായത്തിന് ഇതിലൊരു പങ്കാളിത്തവും ഇല്ല. ഞാൻ പറഞ്ഞോട്ടെ ഒരു നിമിഷം. മന്ത്രി അഹമ്മദ് ദേവർകോവിലിനെ ഒന്ന് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ടെലിഫോണിൽ വന്നാണ്, അദ്ദേഹം കട്ടായിരിക്കുന്നു. പറഞ്ഞോളൂ നവാസ്, പറഞ്ഞോളൂ. ഇതിപ്പോൾ നോക്കൂ, ഇത് മുസ്ലിം വിഭാഗത്തിൽ തന്നെയുള്ള ഒരു വിഭാഗം ഉന്നയിച്ച ആരോപണം ആണ് നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. അതിൽ CPM അതിനെ ഏറ്റുപിടിച്ചു എന്നതുകൊണ്ടാണല്ലോ അതിന് വാർത്താ പ്രാധാന്യം വന്നിരിക്കുന്നത്. താങ്കൾ പറഞ്ഞത് ശരിയാണ്, CPM പ്രതിനിധിയില്ല. ഒന്ന് ഞാൻ മുൻ മന്ത്രിയിലേക്ക് പോയിക്കോട്ടെ നവാസ്, ഞാൻ വരാം. ശ്രീ അഹമ്മദ് ദേവർകോവിൽ കേൾക്കാമോ? ഈ MEC-7 പരിപാടി താങ്കളും അതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്ന വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുമുണ്ട് അല്ലേ? അത് നല്ലൊരു എക്സസൈസ് ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അതിനെക്കുറിച്ച് മോശമായ ഒരു അഭിപ്രായം എനിക്കില്ല. അപ്പോൾ CPM പറഞ്ഞിരിക്കുന്ന കാര്യം താങ്കൾ കേട്ടല്ലോ അല്ലേ? അതിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗമായി അല്ല, പോപ്പുലർ ഫ്രണ്ട് അടക്കം അതിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അവരാണ് ഈ MEC-7 പിന്നിൽ എന്നൊക്കെയാണ് അപ്പോൾ പറഞ്ഞിരിക്കുന്നത്. P. മോഹനാണ് പറഞ്ഞത്. ണ്ട് പ്രഭാതത്തിൽ ഓടുന്നവരുണ്ട്, എക്സസൈസ് ചെയ്യുന്നവരുണ്ട്. അവിടെ നമ്മൾ ആരും ജാതി മത ചിന്തകൾ കടത്തിക്കൊണ്ടുവരാറില്ല. പൊതുവെ അത്തരം ചിന്തകളിൽ നിന്ന് മുക്തമാകാനുള്ള ഏറ്റവും നല്ല അവസരമായിട്ടാണ് അത്തരം കായിക വിനോദങ്ങൾ നമ്മൾ കാണാറുള്ളത്. അപ്പൊ സ്വാഭാവികമായും MEC-7-ൽ എല്ലാ വിഭാഗം ആളുകളും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു ചിന്താഗതി വരേണ്ട യാതൊരു കാര്യവും അതിലില്ല. എന്തിനാണ് AP സമസ്ത വിഭാഗം ഇതിനെ എതിർക്കുന്നത്? അവരോട് ചെറിയ ചോദിക്കേണ്ടത്. കാരണം എന്റെ അനുഭവം വെച്ചല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ല, താങ്കൾ ഒരു മനസ്സിലാക്കൽ അവർ എന്തുകൊണ്ടായിരിക്കാം എതിർക്കുന്നത്? അത് അവരാണ് അതിന് ഉത്തരം പറയേണ്ടത്. എന്റെ അനുഭവത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെതായി അനുഭവപ്പെട്ടിട്ടില്ല. ഞാൻ പോയ കണ്ട ഫംഗ്ഷനിൽ എല്ലാ മതവിഭാഗത്തിന്റെയും ആളുകളുണ്ടായിരുന്നു. ശരി, താങ്കൾ ഒന്ന് വിശദീകരിക്കാമോ? ഈ വ്യായാമത്തിന് ശേഷം മതപരമായ ചില കാര്യങ്ങൾ കൂടി അതിൽ പറയുന്നുണ്ടോ? അതിന്റെ അവസാനം ഒരു ചടങ്ങും അതിലില്ല. കാരണം വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും അങ്ങനെ പറയാൻ കൂടി അവിടെ സാഹചര്യമില്ലല്ലോ. പിന്നെങ്ങനെ പറയാനാണ്? ഇതൊക്കെ ഓപ്പൺ സ്പേസിലല്ലേ നടക്കുന്നത്, രഹസ്യമായ ഏർപ്പാടല്ലല്ലോ.
ആളുകൾ കൂടുന്നിടത്ത് ഇപ്പൊ കോഴിക്കോട്ട് പ്രധാനമായും ബീച്ചിലാണ് നടക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ അതുവഴി നടന്നു പോകുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇത് കാണാൻ കഴിയും. ഒരു ഓപ്പൺ പരിപാടിയാണ്. അതിലങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേകമായി കടത്തിക്കൊണ്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വല്ല സാധ്യതയും ഉണ്ടെങ്കിൽ അത് തടയപ്പെടേണ്ടതുമാണ്. ഒരിക്കലും അനുവദിച്ചുകൂടാ. അപ്പോൾ CPM-ന് അതിലൊരു തെറ്റിദ്ധാരണ വന്നതാണോ? താങ്കളൊരു മനസ്സിലാക്കൽ എന്താണ്? മോഹൻ മാസുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് അങ്ങനെ മാക്സവനെതിരായി ഞാനൊരു പ്രസ്താവന നടത്തിയിട്ടില്ല. പൊതുവായി കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞത് അങ്ങനെയാണ്. ഞാൻ നേരിട്ട് സംസാരിച്ചു നേരത്തെ. പറയൂ. അദ്ദേഹം എന്നോട് പറഞ്ഞത് പൊതുവായി ഈ പോപ്പുലർ ഫ്രണ്ടിനെയും SDPയെയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ പറയുന്ന കൂട്ടത്തിൽ വന്നു എന്നല്ലാതെ പ്രത്യേകമായി മാക്സവനുമായി ബന്ധപ്പെട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് മോഹൻ മാഷ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അല്ല, അദ്ദേഹം ആ പ്രസംഗത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അതിൽ നിന്ന് പിന്നാക്കം പോവുകയാണെന്നാണോ കരുതേണ്ടത് ശ്രീ ദേവർകോവിൽ? കാരണം മറ്റ് CPM പ്രതിനിധികൾ ആരും തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. മനസ്സിലാക്കിയെടുത്തോളം ബേപ്പൂരിലെ മന്ത്രി റിയാസ് ഈ പരിപാടി പങ്കെടുത്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, റിയാസ് കത്ത് കൊടുത്തിട്ടുണ്ട്, പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അതുപോലെ കൊടുവള്ളിയിൽ PT റഹീം പങ്കെടുത്തിട്ടുണ്ട്. അപ്പോ ഇതിൽ മറ്റെന്തെങ്കിലും ഉള്ളതായി ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെ എന്തെങ്കിലും സാധ്യതകളുണ്ടെങ്കിൽ ഒരിക്കലും ഞങ്ങളാരും പങ്കെടുക്കില്ലല്ലോ. തീർച്ചയായും. ശ്രീ ദേവർകോവിൽ, താങ്കൾ എപ്പോഴാണ് അതിൽ പങ്കെടുത്തത്? കോഴിക്കോട്ടെ ഉദ്ഘാടന പരിപാടിയാണ് പങ്കെടുത്തത്. അത് എത്ര കാലം മുന്നെയാണ്? 2 മാസം മുമ്പാന്ന് എനിക്ക് തോന്നുന്നു. 2 മാസം മുന്നേ. ഇത് പറയുന്ന ഒരു കാര്യം, ഇത് തുടങ്ങിയത് ഒരു മുൻ സൈനിക ഉദ്യോഗസ്ഥനാണല്ലോ സലാഹുദ്ദീൻ. അപ്പോൾ ആശയം നല്ലതായിരുന്നു, തുടങ്ങിയപ്പോൾ നല്ല രൂപത്തിലാണ്. പക്ഷേ പിന്നീട് അതിൽ നുഴഞ്ഞു കയറി എന്നുള്ള വാദമാണ് പറയുന്നത്. നുഴഞ്ഞു കയറി എന്ന് പറയുമ്പോൾ ഇവിടെ നിരോധിത സംവിധാനമല്ല ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ് നിരോധിക്കപ്പെട്ടുള്ളതല്ലോ. പക്ഷേ പോപ്പുലർ ഫ്രണ്ട് നിരോധിത സംഘടനയാണ്. പോപ്പുലർ ഫ്രണ്ടിലെ ആളുകൾ ഇതിലേക്ക് കടന്നു കയറിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിനോട് യോജിക്കുന്നുണ്ടോ? ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായൊരു പഠനം നടത്തിയ ആളൊന്നുമല്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സാധാരണഗതിയിൽ പ്രഭാതത്തിൽ അല്പസ്വല്പം എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ആ നിലക്ക് അങ്ങനെ എക്സസൈസ് ചെയ്യുന്ന ആളുകളോടൊക്കെ എനിക്ക് പ്രത്യേകമായ ഒരു ബഹുമാനവും ആദരവും തോന്നാറുണ്ട്. ഈ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ഒരു നല്ല പരിപാടിയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് കോഴിക്കോട് ബീച്ചിലെ പരിപാടി വലിയ ജനപ്രാതിനിധ്യം അതിനുണ്ട്. അതിലെല്ലാ ജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളും പങ്കെടുക്കുന്നുണ്ട്. ഒരു തരം ജാതീയമായ ക്ലാസ്സുകളോ മതപരമായ ക്ലാസ്സുകളോ അവിടെ നടക്കുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, കുണ്ടോട്ടിയിൽ നിന്നാണ് ഈ മാക്സവന്റെ ഉത്ഭവം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെയും അതുമായി ബന്ധപ്പെട്ട ആളുകളുമായി വളരെ നേരത്തെ തന്നെ എനിക്ക് പരിചയമുള്ള ആളുകളാണ്. അങ്ങനത്തെ യാതൊരു പ്രയാസവും ഉണ്ട് എന്ന് എനിക്ക് അഭിപ്രായമില്ല. ഇതിപ്പോൾ CPM ഇങ്ങനെ പ്രതികരിച്ച ശേഷം BJP അത് ഏറ്റെടുക്കുന്നുണ്ട് എന്ന് V. മുരളീധരന്റെ പ്രതികരണം വന്നിരിക്കുന്നു. CPM മനസ്സിലാക്കിയല്ലോ വൈകിയാണെങ്കിലും എന്നൊക്കെ പ്രതികരണം BJP പറയുകയാണ്. അപ്പോൾ അതിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് അപകടകരമാണ് എന്നൊരു അഭിപ്രായം താങ്കൾക്കുമുണ്ടോ? ഞാനിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 1-2 ചാനലുകാരെ വിളിച്ചപ്പോൾ മോഹൻ മാഷ നേരിട്ട് വിളിച്ച് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഞാൻ ആ അർത്ഥത്തിൽ മാക്സവനെ ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല, പൊതുവായ വിഷയങ്ങൾ പരാമർശിക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ശരി, ഏതായാലും മോഹൻ മാഷും അതിൽ നിന്നും പിന്നാക്കം പോയി എന്നുള്ളതാണ് താങ്കൾ ഒരു മനസ്സിലാക്കുന്ന കരുതുന്നത്. ഏതായാലും ഇത് തെറ്റാണ്, മാക്സവനെതിരായ ആരോപണം തെറ്റാണ് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. വളരെ നന്ദി ശ്രീ അഹമ്മദ് ദേവർകോവിൽ വിശദമായി തന്നെ പ്രതികരിച്ചതിന്. അഹമ്മദ് ദേവർകോവിൽ പറയുന്നു, മെക്സവൻ ഒരു ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള പരിശീലന പരിപാടിയാണ്. യോഗ പോലെയുള്ള പരിശീലന പരിപാടികളാണ്. അതിൽ പല കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് നേരത്തെ മെക്സവനെ കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തല്ലോ. അപ്പോൾ അതിലപ്പുറം വിവിധ മതസ്ഥരുടെ പ്രതികരണം കൂടി കാണുമ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ രൂപത്തിൽ സംശയമുണ്ടാക്കുന്ന ഒരു പ്രതികരണം ഇപ്പോൾ സ്വാഭാവികമായും SYSന് AP വിഭാഗത്തിനുള്ള എതിർപ്പ് മനസ്സിലാക്കാം. അദ്ദേഹം തന്നെ പറയുന്നത് അതൊരു ആശയപരമായ എതിർപ്പ് എന്നുള്ളതാണ്. അതിലപ്പുറം അത് കടത്തുകയായിരുന്നു CPM. അല്ല, ഞാൻ സ്മൃതിയോട് ചോദിക്കുന്നത്, സ്മൃതി നേരത്തെ പറഞ്ഞ ഞാൻ വൈകാരികമല്ല, നിരാശയോട് കൂടിയാണ് സംസാരിക്കുന്നത്. എന്താ കഴിഞ്ഞ ഒരാഴ്ച കേരളത്തിൽ സംഭവിച്ചത്? ഈ കൂട്ടായ്മ രൂപീകരിക്കപ്പെട്ടിട്ട് ഞാൻ മനസ്സിലാക്കുന്ന 12 വർഷമായി. 2012 ആരംഭിച്ച് 2024 എത്തുമ്പോൾ ഏകദേശം 12 വർഷം ഈ കൂട്ടായ്മയുണ്ട്. കഴിഞ്ഞ 4-5 വർഷമായി സജീവമായി നടക്കുന്നുണ്ട്. ഞാൻ ഈ കൂട്ടായ്മയുടെ ഭാഗമൊന്നുമല്ല, പക്ഷേ ഞാൻ പഠിച്ചപ്പോൾ കഴിഞ്ഞ 12 വർഷമായി ഈ കൂട്ടായ്മയുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച കാലം കൊണ്ട് പ്രത്യേകിച്ച് എന്താ ഉണ്ടായത്? എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേക ഒരു വാർത്ത വന്നില്ലല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ഒരു നേരത്തെ പറഞ്ഞ SYSമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ സംഘടനാ നേതാക്കന്മാരെ കൊണ്ട് പ്രസംഗിപ്പിച്ചു. അത് ആശയപരമായ പ്രശ്നമാണ്, മാറ്റി നിർത്താം. എന്തിനാ CPM അത് ഏറ്റെടുത്തത്? ഞാൻ ചോദിക്കട്ടെ, മാധ്യമങ്ങൾ ഇത് എന്തിനു ഏറ്റെടുക്കുകയാണ്? നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു തെളിവ്, ഒരു കണ്ടന്റ് ഉണ്ടോ? ഇപ്പോൾ ഇവിടെ കൊണ്ടിരുത്തിയ ആളുകൾ, നിങ്ങൾ ഇതിൻ്റെ പ്രതിനിധികളെന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ മുതൽ വാർത്തയിൽ വായിക്കുന്ന സലാഹുദ്ദീൻ, അത് കഴിഞ്ഞ് ഒരു അറക്കൽ ബാവ എന്ന് പറയുന്ന ഒരാൾ, ഇപ്പോൾ ഒരു ഫിറോസിനെ കൊണ്ടിരുത്തി. എനിക്ക് വ്യക്തിപരമായി ഇവരായിട്ടൊന്നും പരിചയമില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഞാൻ അന്വേഷിച്ചപ്പോൾ എൻ്റെ നാട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നതിൽ SNDP യൂണിയൻ്റെ തിരൂർ താലൂക്ക് ഭാരവാഹികളുണ്ട്.
അപ്പോൾ ഒരു മതത്തിൽപ്പെട്ടവർ മാത്രമല്ല, എല്ലാ മതത്തിൽപ്പെട്ടവരുണ്ട്. പക്ഷേ മീഡിയ ഉയർത്തി കാണിക്കുന്ന ഒരു മതത്തിൽപ്പെട്ടവരെ മാത്രം, ഇതൊരു മതത്തിന്റെ മാത്രം പ്രശ്നമായി പറയുന്നു. CPM-ന്റെ ജില്ലാ സെക്രട്ടറി പറയുന്നു, പോപ്പുലർ ഫ്രണ്ടിനെ ജമാഅത്തെ ഇസ്ലാമിയെ മാത്രം പറയുന്നു. എവിടെ RSS അല്ലെങ്കിൽ മറ്റു സംഘടനകൾ എവിടെയാ? അവരുടെ പേരുകൾ എന്താ പരാമർശിക്കാത്തത്? അപ്പൊ ഇങ്ങനെ പറയാൻ എന്ത് തെളിവാണ് CPM-ന്റെ പക്കലുള്ളത്, ഗവൺമെന്റിന്റെ പക്കലുള്ളത്? ഞങ്ങൾ ഇവരെ ഒന്നും വെള്ളപൂശിയാൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അന്വേഷിക്കുകയും കണ്ടെത്തുകയും ശിക്ഷിക്കപ്പെടുകയും അതൊക്കെ അതിന്റെ ബൈക്ക് നടക്കേണ്ടതാണ്. അത് ഗവൺമെന്റ് എടുക്കേണ്ടതാണ്. ഇതൊരു പുകമറ സൃഷ്ടിക്കുക, ഒരു സമുദായത്തെ നിരന്തരമായി, ഒരു ഇസ്ലാമോഫോബിയ സൊസൈറ്റിക്ക് മുമ്പിൽ ഒരു സമുദായത്തിന്റെ പേര് നിരന്തരമായി ഉയർത്തിക്കാണ്. ഇത് നിരാശാജനകമാണ്. ഞാൻ മാധ്യമങ്ങളോട് പോലും ഈ കാര്യത്തിൽ നിരാശ രേഖപ്പെടുത്തുകയാണ്. മാധ്യമങ്ങൾ പൊതുവൽക്കരിക്കേണ്ട നവാസ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചൊക്കെ, ഞങ്ങളെ സംബന്ധിച്ച് ഏതായാലും ഇത് സൂക്ഷ്മമായി തന്നെയാണ് ഇത് നോക്കുന്നത്. സമസ്തയ്ക്കിടയിൽ ഭിന്നതയുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. സമസ്തയിൽ ഭിന്നതയുള്ള AP വിഭാഗം, EK വിഭാഗം രണ്ടും ഏത് രൂപത്തിൽ പ്രതികരിക്കുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. EK വിഭാഗത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്ന ഭിന്നിപ്പ് ഏത് രൂപത്തിലാണ് മാറിയിരിക്കുന്നത് താങ്കൾക്ക് അറിയാവുന്നതാണ്. അതിൽ ജമാഅത്തെ ഇസ്ലാമി കടന്നു കയറുന്നു എന്നുള്ളതാണല്ലോ അതിലൊരു പ്രധാനപ്പെട്ട ആരോപണമായി ഒരു വിഭാഗം ഉന്നയിക്കുന്നത്. അതല്ലേ ലീഗിന് പോലും ചർച്ച ചെയ്യേണ്ടി വന്നിട്ടുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിനെ തള്ളിക്കളയാതിരിക്കൂ. താങ്കൾ പറയുന്ന വേറെ രൂപത്തിലേക്ക് അത് പോകുന്നു എന്നുള്ള ആശങ്ക അത് ഞാനും പങ്കുവയ്ക്കുകയാണ്. ഞാനും അത് പങ്കുവയ്ക്കുന്നു. അത് കേവലം ഒരു ആശങ്കയല്ല സ്മൃതി. ഞാൻ പറയുന്നത് സമസ്തകൾക്ക് കേരളത്തിൽ കാലാകാലങ്ങളായി മുസ്ലിം സമുദായത്തിനകത്ത് അമാന്തര വിഭാഗങ്ങളുണ്ട്, അവർക്കിടയിൽ ചർച്ച വരാറുണ്ട്. സ്വാഭാവികമായി വർത്തമാനകാലത്ത് രൂക്ഷമായി വരുന്നുണ്ട്, അസാധാരണമായ രൂപത്തിലേക്ക് പുറത്തു വരുന്നത് ഒക്കെ ശരിയാണ്. അതിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പങ്കുണ്ട് എന്നൊരു ഭാഗത്ത് ആരോപണമുണ്ട്, അത് നിരാകരിക്കപ്പെടുന്നുണ്ട്. അതിലേക്കൊന്നുമല്ല ഞാൻ പോകുന്നത്. ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനകളുടെ, നിരോധിത സംഘടനകളുടെ അംഗത്വം എന്ന് പോലും മോഹനമാഷി പ്രസംഗിച്ചില്ലേ? അപ്പോൾ എവിടേക്ക് ഇദ്ദേഹം ഇതിനെ കൊണ്ടുപോകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താ ഈ സമുദായത്തെ മാത്രം ഇങ്ങനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നതിന് പിന്നെ താല്പര്യം എന്താണ്? ഞാൻ സ്മൃതിയെ, നിങ്ങളുടെ ചാനലിനെ കുറ്റപ്പെടുത്തല്ല, ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഡാറ്റ. ഞാൻ ഇന്ന് രാവിലെ മുതൽ ഇത് പരിശോധിച്ചു. ഞാൻ ഈ കാണിക്കുന്നത് ഈ പറയുന്ന മെക്സവന്റെ ഭാരവാഹികളായ ഒരാൾ, അദ്ദേഹത്തിന്റെ പേര് അറക്കൽ അഹമ്മദ് ബാവ എന്ന് പറയുന്ന ബ്രാൻഡ് അംബാസിഡർ അവകാശവാദം ഉന്നയിക്കുന്ന ഒരാളും അതിന്റെ ഫൗണ്ടർ ആൻഡ് ക്യാപ്റ്റൻ എന്ന് പറയുന്ന സലാഹുദ്ദീനും. ഇത് 2023 ശ്രീമാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള സദസ്സിലേക്ക് മലപ്പുറം ജില്ലയിൽ നടക്കുമ്പോൾ ക്ഷണിക്കപ്പെട്ട ആളാണ് ഈ അറക്കൽ മുഹമ്മദ് ബാവ എന്ന് പറയുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കൊടുത്ത കത്തിന്റെ പകർപ്പാണ്. മെക്സവൻ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ കേരളത്തിലുണ്ടെന്നും ഞങ്ങൾ അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ടെന്നും അതിന്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ടെന്നും കേരള ഗവൺമെന്റ് അത് ഏറ്റെടുത്ത് കേരളത്തിൽ നടപ്പിലാക്കണം അദ്ദേഹത്തിന്റെ ഒരു ലെറ്ററാണ്. അത് ഈ പറയുന്ന നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി കൊടുത്തതാണ്. അങ്ങനെ കേരള ഗവൺമെന്റ് മുന്നിൽ ഒരു രേഖയായി പോലുമുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നിരോധിത സംഘടനകളുമായി മുസ്ലിം സമുദായത്തിലെ ചില ആളുകൾ നിരോധിത സംഘടനയുമായി ബന്ധപ്പെടാനുള്ള അവസരമായി ഈ മെക്സവൻ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്രമേൽ ഗുരുതരമായ ആരോപണമാണ്. ഇപ്പോൾ അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു, എന്നോട് പറഞ്ഞു മോഹനമാഷ് അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെയാണോ? നിങ്ങൾ ആദ്യം കാണിച്ച പ്രസംഗത്തിൽ, അദ്ദേഹത്തിന്റെ പരാമർശത്തിൽ, അദ്ദേഹത്തിന്റെ നിങ്ങൾ എഴുതി കാണിക്കുന്ന പരാമർശങ്ങൾ, അതിൽ എന്താ അദ്ദേഹം പറയുന്നത്? ചർച്ചയ്ക്ക് വരാത്തത് പോലും അതിന്റെ അപകടം മനസ്സിലാക്കിയത് കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നു. കാരണം P. മോഹനൻ അല്ലാതെ മറ്റൊരു നേതാവിൽ നിന്നും മെക്സവിനെതിരെ പരാമർശം ഉണ്ടായിട്ടില്ല. അല്ലെങ്കിലും സ്മൃതി അല്ലെങ്കിൽ എനിക്ക് അതിൽ സന്തോഷമുണ്ട്. പക്ഷേ അല്ലെങ്കിലും CPM ഒന്നിനും തീർപ്പ് കൽപ്പിക്കാറില്ലല്ലോ. പണ്ട് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ ഒരു വാചകം നമുക്ക് ഓർമ്മയുണ്ട്, RSSന് വഴിമരുന്നിട്ട് കൊടുക്കരുത് എന്ന് പറഞ്ഞതാണ്. എന്നുപോലെ ഇപ്പോൾ സുരേന്ദ്രൻ അത് ഏറ്റുപിടിച്ചല്ലോ. അത് ഏറ്റുപിടിക്കാൻ ഒരു കൂട്ടർ ഇവിടെ ഉണ്ടല്ലോ. അവർക്കൊരു വഴിമരുന്നിട്ട് കൊടുത്തല്ലോ. അതിട്ട് കൊടുത്തത് ഈ പറയുന്ന മോഹനമാഷല്ലേ. അദ്ദേഹം അത് നിർത്തിപ്പോയി. ഇനി അത് ഏറ്റെടുക്കാൻ ഒരു സംഘം ആളുകൾ ഉണ്ടാവും. അതിനകത്ത് സൈബർ സോഷ്യൽ മീഡിയക്കകത്ത് അതിന്റെ ആളുകൾ അത് ഏറ്റെടുക്കും. ഒരു സമുദായത്തെ ഇതിന്റെ പേരിൽ വേട്ടയാടപ്പെടും. അത് രൂപത്തിലേക്ക് വലിയ ചർച്ചയാകും. ആത്യന്തികമായി അദ്ദേഹം ചെയ്തത് തെറ്റാണ്. അതോടൊപ്പം തന്നെ സമുദായത്തിന്റെ അകത്ത് സംസാരിക്കേണ്ടത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് ഒരു പുകമറ സൃഷ്ടിക്കാൻ ആരെങ്കിലും ശ്രമിച്ചുവെങ്കിൽ, തന്റെ വൈകാരികതയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് ഇത് സമൂഹത്തിന് മുമ്പിലേക്ക് ഞാനെന്തോ വലിയ കാര്യം കൊണ്ടുവന്നു എന്ന പേരിലേക്ക് സ്വന്തം സമുദായത്തിനകത്ത് ആരെങ്കിലും ശ്രമിക്കുന്നുവെങ്കിൽ ഒന്നേ എനിക്ക് പറയാനുള്ളൂ, കാലം തിരിച്ചറിയാതെ, കാലത്തിന്റെ ചുവരെഴുത്ത് വായിക്കാതെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഒരു വ്യക്തിയുടെ അവിവേകം കൊണ്ട് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ അവിവേകം കൊണ്ട് ഒരു സമുദായം ഒന്നടക്കം കരുനീലാവുകയും ഇടതുപക്ഷത്തെ പോലെയുള്ള രാഷ്ട്രീയ സംഘടനകളുടെ നേതാക്കന്മാർ അതിന് ശരിപ്പത്രം വെച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ സംഘപരിവാർ അവസരം കാത്തിരിക്കുന്ന ഒരു നാട്ടിലാണ് ഈ പ്രവർത്തനം നടത്തുന്നത്. മാധ്യമങ്ങളെങ്കിലും ഇതിന്റെ നിജസ്ഥിതിയെ തുറന്നു പറയുകയും ഇങ്ങനെ ഒന്നില്ല, ഒരു 12 വർഷത്തിനിടയിൽ ഒരു കേസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ പറയുന്ന നിങ്ങൾ മാധ്യമങ്ങൾക്ക് ഇൻഫർമേഷൻ ആര് തന്നു? നിങ്ങൾ ഇൻഫർമേഷന്റെ സോഴ്സ് പരിശോധിക്കണം. ഞാൻ നിശ്ചയം വിശ്വസിക്കുന്നത് ഒരാഴ്ച കൊണ്ട് ഈ വാർത്തകൾ എല്ലാ മാധ്യമങ്ങളിലും വാർത്ത വരാനും രാഷ്ട്രീയ പാർട്ടിയിലെ ചില പ്രതിനിധികൾ അതിനെക്കുറിച്ച് സംസാരിക്കാനും ചില മതവേദികൾ അത് ചർച്ചയാകാനും ആസൂത്രിതമായ ഒരു ശ്രമം നടന്നിട്ടുണ്ട്. അത് എവിടെ നിന്ന് വന്നു? അത് പരിശോധിക്കപ്പെടണം. അത് പരിശോധിക്കുമ്പോൾ മെക്സവനെ കുറിച്ചുള്ള പരാമർശം ആദ്യം ഉത്ഭവിച്ചത് എവിടെ നിന്നാണ് എന്ന് പരാമർശിക്കപ്പെടണം. ആ ഉത്ഭവ കേന്ദ്രത്തിൽ ഒരു ദുരുദ്ദേശമോ ഒരു വിഡ്ഢിത്തമോ സംഭവിച്ചതാണ്
ഇത്തരത്തിൽ ദുരന്തപൂർണമായ ഒരു ചർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത് എന്ന നിരാശ ഞാൻ പങ്കുവെക്കുകയാണ്. താങ്കൾ വിരൽ ചൂണ്ടുന്നത് AP വിഭാഗത്തിലേക്കാണ് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മടങ്ങിയെത്താം ചർച്ചയിലേക്ക്. ശ്രീ KV ബഷീർ, ഇപ്പോൾ ലീഗ് പ്രതിനിധിയുടെ പ്രതികരണം കേട്ടല്ലോ, ശ്രീനിവാസ് പറഞ്ഞത് കേട്ടല്ലോ. ഒരു കാര്യം എനിക്ക് കൂട്ടിച്ചേർക്കാനുണ്ട്. പറഞ്ഞോളൂ. സ്മൃതി ഒരു കാര്യം, സ്മൃതി ഒരു തിരുത്തൽ കൂട്ടിച്ചേർത്തോട്ടെ. ഒറ്റ കാര്യം. ഒന്ന്, ഞാൻ ഈ നേരത്തെ സംസാരിച്ചത് സ്മൃതി വൈൻഡപ്പ് ചെയ്യുമ്പോൾ എന്റെ വിരൽ ചൂണ്ടൽ AP വിഭാഗത്തിനെതിരെയാണ് എന്ന് സ്മൃതി പറഞ്ഞു. ഞാൻ AP വിഭാഗത്തിനെതിരെ വിരൽ ചൂണ്ടിയതല്ല. ഇതിന് തീവ്രവാദത്തിന്റെ നിറം കൊടുക്കാൻ ആരാണോ ശ്രമിച്ചത് അവർക്കെതിരെയാണ്. അതൊരു സംഘടനക്കെതിരല്ല. ഏതെങ്കിലും വ്യക്തികൾ ശ്രമിച്ചെങ്കിൽ, ഏതെങ്കിലും നേതാക്കന്മാർ ശ്രമിച്ചെങ്കിൽ അവർക്കെതിരാണ് എന്റെ പരാമർശം. അവിടെ ഞാൻ തിരുത്തുകയാണ്. ശരി, പ്രതികരണം വന്നിരിക്കുന്ന AP വിഭാഗത്തിൽ നിന്നാണ്. മറുപടി പറയൂ ശ്രീ ബഷീർ. ഇത് ആർക്ക് ആയുധം കൊടുക്കലാണ് എന്ന ബോധ്യം വന്നോ? ഞങ്ങൾ ഒരിക്കലും ആർക്കും ആയുധം കൊടുത്തിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് മോഹനൻ മാസ്റ്റർ ഈ വിഷയ സംബന്ധിയായി പ്രതികരിച്ചിട്ടുള്ളത് ഞങ്ങൾ പ്രതികരിച്ചതിന് ശേഷമല്ല, അതിന് മുൻപാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആവട്ടെ, രണ്ടായാലും ഞങ്ങൾ ഈ ഒരു മെക്സവനുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ആശങ്ക ഞാൻ നേരത്തെ അത് വ്യക്തമാക്കി. ഇതൊരു കേവലം ഒരു വ്യായാമ പരിപാടി മാത്രമാണെങ്കിൽ അതിൻ്റെ ഗ്രാമത്തിലുള്ള സംഘാടനം, അതിൻ്റെ സ്വഭാവം, അതിന് യൂണിറ്റുകൾ വരുന്നു, അതിന് പ്രത്യേകം യൂണിഫോം വരുന്നു, അതൊരു മതപരമായ സംഘാടനത്തിലേക്ക് പോകുന്നു. അതിന്റെ മതപരമായ യൂണിഫോം എന്നല്ല പറഞ്ഞത്. മതപരമായ യൂണിഫോം എന്നല്ല പറഞ്ഞത്. യൂണിഫോം വരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ സംഘടനാ സ്വഭാവത്തിലേക്ക് അത് വരുന്നു. ഇത്രയേ ഉള്ളൂ. ഒരു സംഘടനാ സ്വഭാവത്തിലേക്ക് അത് വരുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. നിങ്ങൾ വരികൾക്കിടയിൽ ദുഷ്ടലാക്കോട് കൂടെ അതിനെ വ്യാഖ്യാനിക്കരുത്. യൂണിഫോം വരുന്നു എന്ന് മാത്രമല്ല. നിങ്ങൾ അതിനെ എന്താണ് സംശയിക്കുന്നത്? നിങ്ങളുടെ ആശയത്തോട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, അല്ല ഒരു മിനിറ്റ്, നിങ്ങളുടെ ആശയത്തോട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് തീവ്ര സ്വഭാവമുണ്ട് എന്നർത്ഥമുണ്ടോ? അങ്ങനെ ഒരു അർത്ഥം പുറത്ത് ചില രാഷ്ട്രീയ പാർട്ടികൾ കാണുകയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ എവിടെയാണ് അത് പറഞ്ഞത്? നിങ്ങൾ വ്യക്തമാക്കൂ. രാഷ്ട്രീയ പാർട്ടികൾ കാണുന്നത് അവരോട് നിങ്ങൾ ചോദിക്കേണ്ടതാണ്. ഞങ്ങൾ എവിടെയും വാക്കിലോ വരിയിലോ സംസാരത്തിലോ എവിടെയും ഇതൊരു തീവ്ര സ്വഭാവമെന്നോ അത്തരത്തിലുള്ള സംഘമാണ് എന്നോ എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങൾ അങ്ങനെ ഒരു വരിയുണ്ടെങ്കിൽ എടുത്തു കാണിക്കൂ. നിങ്ങൾ ഇല്ലാത്തത് ഞങ്ങളുടെ മേലിൽ കെട്ടിവെക്കാൻ വേണ്ടി ശ്രമിക്കരുത്. മറിച്ച് ഞങ്ങൾ ഒരു സംഘടനാപരമായ മതപരമായ ജാഗ്രതയുടെ ഭാഗമായി ഞങ്ങൾ ഉന്നയിച്ച ചില സംശയങ്ങളാണ്. ഞാൻ നേരത്തെ ഈ യൂണിഫോമിന്റെ കാര്യം പറഞ്ഞത് സംഘാടനത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞതിനോട് കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ്. മറ്റ് മതസ്ഥർ കൂടി പങ്കെടുക്കുന്ന ഒരു വ്യായാമ മുറയാണെങ്കിൽ, നിങ്ങൾക്ക് മറ്റ് മതസ്ഥർ കൂടി പങ്കെടുക്കുന്ന ഒരു വ്യായാമ പരിപാടിയാകുമ്പോൾ നിങ്ങൾ എന്തിനാണ് മതപരമായ ആശങ്ക അതിൽ നിങ്ങൾക്ക് വരുന്നത്? യെസ് ഞാൻ നേരത്തെ പുറത്തു വന്നൊരു വിഷ്വലിനെ കുറിച്ച് പറഞ്ഞല്ലോ. ആ വിഷ്വലിൽ ഇതുപോലെ എല്ലാ മതസ്ഥരും പങ്കെടുക്കുന്ന അത്തരത്തിലുള്ള ഒരു സൗഹൃദ വേദി, സൗഹൃദ കൂട്ടായ്മയായി നടത്തുന്ന ഒരു ആരോഗ്യ പരിപാടിയാണെങ്കിൽ എന്തിനാണ് അവിടെ മതപരമായ കാര്യങ്ങൾ വലിച്ചിഴച്ചുകൊണ്ട് അത് അവിടെ പൊതുവേദിയിൽ പ്രസംഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്? പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുമായി ബന്ധപ്പെടുന്ന സമയത്ത് അവർ പ്രതികരിക്കുന്നത് പോലും വളരെ അസഹിഷ്ണുതയോടുകൂടിയാണ്. നിങ്ങൾ മെക്സവനെതിരെ സംസാരിക്കുന്നത് അത് ഇസ്ലാമോഫോബിയയുടെ ഭാഗമായിട്ടാണ് എന്ന രീതിയിൽ വരെ പ്രതികരണങ്ങൾ ഞങ്ങൾ ഇതിന്റെ പഠനത്തിന്റെ ഭാഗമായി ഞങ്ങൾ പലരുമായി ബന്ധപ്പെട്ടപ്പോൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ അവരോടാണ് അത് ചോദിക്കേണ്ടത്. എന്തിനാണ് ഞാൻ പൂർത്തിയാക്കിയതിനു ശേഷം നിങ്ങൾ ചോദിച്ചോളൂ. അല്ലെ, ഞങ്ങളുടെ പഠനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പരിമിതമായ സമയത്തിനിടയിൽ ഈ പറഞ്ഞ വിവാദങ്ങളുണ്ടായ സമയത്ത് പലരുമായും സംസാരിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെടുന്ന, വ്യായാമത്തിൽ ഏർപ്പെടുന്ന, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുമായി സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരത്തിൻ്റെ ഭാഗമായി കിട്ടിയ വിവരങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രതികരണങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞങ്ങളിത് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഒരിക്കലും ഞങ്ങൾ ഇതൊരു തീവ്രവാദ സംഘടനയാണെന്നോ അല്ലെങ്കിൽ തീവ്രവാദികൾ നടത്തിക്കൊണ്ടു പോകുന്നതാണെന്നോ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ കാണിക്കാവുന്നതാണ്. അതേ സ്ഥാനത്ത് മതപരമായ ജാഗ്രതയുടെ ഭാഗമായി ഞങ്ങൾ ഉന്നയിച്ച ചില സംശയങ്ങൾ, ഇത് അതിൻ്റെ സംഘടനാ സ്വഭാവത്തിലേക്ക് പോകുന്നു എന്ന് മാത്രമല്ല, അത് പോകുന്നത് ഇവിടെ ആർക്കും ഏത് സംഘടനയ്ക്കും പ്രവർത്തിക്കാൻ അധികാരമുണ്ട്, അവകാശമുണ്ട്. അങ്ങനെ പ്രവർത്തിക്കുന്നതിലൊന്നും ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല. പക്ഷേ സ്വാഭാവികമായി ഞങ്ങൾക്ക് ഉന്നയിക്കാനുള്ള അവകാശമുണ്ട്. ഇവരുടെ ഐഡിയോളജി എന്താണ്, അത് ഉന്നയിക്കേണ്ട
സാഹചര്യം വന്നത്, അതുണ്ടാക്കി തീർത്തത് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെയാണ്. കാരണം അവർ പൊതുവേദിയിൽ തന്നെ അത്തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തുന്നു എന്നതുകൊണ്ട് തന്നെയാണ് അത്തരം സംശയങ്ങൾ ഉന്നയിക്കപ്പെട്ടത് എന്നാണ് ഈ വിഷയത്തിൽ വിശദീകരിക്കാനുള്ളത്. അപ്പോൾ അതിന്റെ ഐഡിയോളജി അതുപോലെ ഇവിടെ ഉന്നയിക്കപ്പെട്ടതുപോലെ പങ്കെടുത്തിട്ടില്ലേ ബഷീർ? അതെ, അദ്ദേഹം തന്നെ അതിൻ്റെ വിശദീകരണം നൽകുകയുണ്ടായി. ഇതിൻ്റെ ആദ്യകാലത്ത് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പ്രഭാത സവാരിക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഇതുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തോട് അല്പസമയം സംസാരിക്കാൻ വേണ്ടി അതിലേക്ക് ക്ഷണിക്കുകയും അങ്ങനെ അദ്ദേഹം അതിൻ്റെ ഭാഗമാവുകയും ചെയ്തു എന്ന വിഷയത്തിൽ അദ്ദേഹം അത് വ്യക്തത വരുത്തുകയും ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോഴും ഞങ്ങൾ ഉന്നയിക്കുന്ന വിഷയം ഇത്രയേ ഉള്ളൂ. ഈ പുകമറയ്ക്കകത്തു നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമല്ല, മറിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള താല്പര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരണം. ആ താല്പര്യം എന്ന് ഞാൻ സൂചിപ്പിക്കുന്നത് തീർത്തും മതപരമായ, ആദർശപരമായ ഞങ്ങൾ ഉന്നയിക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ്. അത് ഞങ്ങളുടെ സംഘടനയുടെ മതപരമായ ജാഗ്രതയുടെ ഭാഗമായി മാത്രം ഞങ്ങൾ ഉന്നയിക്കുന്നതാണ്. അതിനപ്പുറത്തേക്ക് ഞങ്ങൾ ഈ വിഷയത്തെ വേറെ വഴി ഉന്നയിക്കുന്നുമില്ല. പി മോഹന്റെ ഭാഗത്ത് മാത്രമാണ് ആ പ്രതികരണം വന്നത്. അതേസമയം മതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പ്രസംഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തെളിവായി പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അതാണ് ബഷീർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണ് മറുപടി? അത് തീർത്തും തെറ്റായ കാര്യമാണ്. ഈ മെക്സവൻ കൂട്ടായ്മയിൽ അങ്ങനെ ഒരാളും ഇല്ല. അത് കൃത്യമായി അന്വേഷിക്കാമല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കാമല്ലോ. ഞങ്ങൾ സാധാരണ ആളുകളുടെ ആരോഗ്യ അല്ല, ഈ അറക്കൽ ബാവ പറഞ്ഞ പ്രസംഗമാണല്ലോ ഇപ്പോൾ പുറത്തു വന്നത്. അറക്കൽ ബാവ നിങ്ങളുടെ ആള് തന്നെയല്ലേ? അതെ, അറക്കൽ ബാവ ഞങ്ങൾ അംബാസഡറാണ്. അപ്പൊ അംബാസഡർ പറഞ്ഞ കാര്യമാണല്ലോ പരസ്പരം സലാം മടക്കാത്ത സമൂഹത്തെ കുറിച്ച് പറഞ്ഞത്. എന്തിനാണ് അതൊക്കെ പറയുന്നത്? എല്ലാ മതവിഭാഗത്തിലെ ആളുകളും പങ്കെടുക്കുന്ന വ്യായാമ മുറയിൽ എന്തിനാണ് സലാം മടക്കുന്നതിനെ കുറിച്ച് പറയുന്നത്? അവിടെ ഉള്ള ഒരാളോട് സലാം പറഞ്ഞോ അല്ലെങ്കിൽ വിഷ് ചെയ്തതോ മോർണിംഗ് പറഞ്ഞതോ എന്നുള്ളത് അതിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഒരു സ്ഥലത്തുണ്ടായതാണ്. ഇത് മെക്സവൻ്റെ പല സ്ഥലത്തും പല എക്സസൈസും പല ക്യാമ്പിലും നടക്കുന്നത്. അവിടെ ഒന്നും ഇല്ലാത്ത ആ പരിപാടിയിൽ എന്താ പറഞ്ഞതെന്ന് തന്നെ കാരണം വിഷ് ചെയ്തെന്നുണ്ടാവും ചിലപ്പോൾ. അല്ലാതെ അത് നമ്മൾ സാധാരണ ഇപ്പോൾ ഒരാളോട് സലാം പറയൽ അല്ലെങ്കിൽ വിഷ് ചെയ്യൽ ഇതൊക്കെ ഒരു കോമൺ കാര്യമല്ലേ. അതിനെ ഒരു മതപരമായ അടയാളാക്കി മാറ്റിയിട്ട് ഗുഡ് മോർണിംഗ് പറയും, വിഷ് പറയും, ചിലപ്പോൾ നമസ്കാരം പറയും. ഇതൊക്കെ ഇത് പ്രത്യക്ഷത്തിൽ വന്നൊന്ന് അനുഭവിക്കണമല്ലോ, എന്നാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഇതിപ്പോൾ കണ്ണുപൊട്ടൻ ആനയെ കാണാൻ പോയ മാതിരിയാണ്. കാരണം പല രീതിയിലും പലതും പറയാണ്. ഇതിനെ എക്സ്പീരിയൻസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾക്കിവിടെ കോഴിക്കോട് ബീച്ചിലുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ. പിന്നെ ഓരോ പ്രദേശത്ത് ഇത് വരുന്നത് കോർഡിനേറ്റർ. ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഞാൻ കോഴിക്കോട് പാവങ്ങാട് അടുത്താണ് താമസിക്കുന്നത്. ഞാൻ ബീച്ചിൽ വന്നാണ് ഈ പ്രാക്ടീസ് ചെയ്യുന്നത്. ആ ബീച്ചിൽ വന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് ഒഴിവാക്കാൻ എൻ്റെ അടുത്തുള്ള ആളുകൾ കൂടിയാൽ ഞങ്ങൾക്ക് അവിടെ ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ഞാനായിരിക്കും ഒരു അഡ്മിൻ. അങ്ങനെ വരുന്നത് അതേപോലെ പ്രദേശത്തേക്ക് കൊണ്ടുപോവാണ്. അല്ലാതെ ഇതിൽ വേറെ കാര്യങ്ങളില്ല. ഇത് എക്സ്പീരിയൻസ് ആവണം. എന്നിട്ട് ഒറ്റ സംശയം, ഇപ്പോൾ ആളുകൾ ഇതിനെങ്ങനെ സലാം മടക്കുക എന്ന് പറയുന്നത്, അതാണ് ഞാൻ തുടക്കത്തിലും ചോദിച്ചത്. സുന്നി വിഭാഗം മുജാഹിദിനോട് സലാം അലൈക്കും എന്ന് പറയില്ല, പറഞ്ഞാൽ തന്നെ തിരിച്ച് പറയില്ല എന്ന് കേൾക്കുന്നു. ജമാഅത്ത് ഇസ്ലാമിയോടും സമാനമായ സമീപനം എടുക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ പരസ്പരം ഒരു മിനിറ്റ് നവാസ്, ഞാൻ കേട്ട കാര്യമാണ്, സംശയമാണ് ചോദിക്കുന്നത്. നവാസ് വരാം. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ അങ്ങനെയുള്ള പരസ്പരം എതിർക്കുന്ന വിഭാഗത്തെ ഒന്നിപ്പിക്കാനും ഒരുമിച്ച് നിർത്താനും ഒക്കെ സഹായിക്കുന്നുണ്ട് മെക്സവൻ എന്ന് പറയുമ്പോൾ അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയമാണ് എന്ന് പറയുന്നു. മുസ്ലിം ഐക്യം എന്നുള്ളത്, അതായത് ആശയപരമായി ഭിന്നിച്ച് നിൽക്കുന്നവരൊക്കെ ഐക്യപ്പെടേണ്ടതുണ്ട് ഒരു പ്രത്യേക ലക്ഷ്യത്തിനായി എന്നുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയമാണെന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് ആരോപണം ഉന്നയിക്കുന്നവർ പറയുന്നത്. ഫിറോസ്, അവിടെ നമ്മുടെ എക്സൈസിന് വന്ന ആൾ ഇപ്പോൾ ഓരോ ദിവസവും അപ്ഡേറ്റ് ആയിട്ട് പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ആരാ വിഭാഗം എന്ന് പോലും പിന്നീട് കുറേ ദിവസം കഴിഞ്ഞാലാണ് അവരുടെ പേര് പോലും അറിയുക. അല്ലാതെ അവർ സുന്നിയാണോ മുജാഹിദാണോ അല്ലെങ്കിൽ വേറെന്താണോ എന്നൊന്നും അറിയില്ല, ആർക്കും അറിയില്ല. നമ്മളവിടെ വന്ന് അതിനുശേഷം പരിചയപ്പെട്ട് അങ്ങനെ ഉണ്ടാവുന്നത് എന്തൊരു കഷ്ടമാണിത്. ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാമല്ലോ. നമ്മുടെ നാട്ടിലുള്ള വലിയ വലിയ വിഷയങ്ങളൊക്കെ മാറ്റിവെച്ച് ഒരു കൂട്ടം ആളുകൾ ആരോഗ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ പോകുന്നതൊക്കെ ഒഴിവാക്കാൻ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ ഹോസ്പിറ്റലിലെ ആളുകളൊക്കെ ഉണ്ടല്ലോ, ഈ പ്രഷറും കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ കുറഞ്ഞ് ആളുകൾ ഹെൽത്തി ആയാലും ഹോസ്പിറ്റലായിട്ട് ഡിസ്റ്റൻസ് ആവും. അപ്പോൾ ആ കാര്യങ്ങളാണ് പലർക്കും നമ്മളവിടെ വന്ന ആളുകളുടെ അനുഭവങ്ങൾ അവരതാ പറയുന്നത്. ഇതിൽ നമ്മൾ ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടേ ഇല്ല. എന്തൊരു കഷ്ടമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട്
കൃത്യമായി എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് വിനയപൂർവ്വം എല്ലാവരോടും പറയാനുള്ളത്. MEX7 എന്താണെന്ന് ബോധ്യപ്പെടണമെങ്കിൽ നമുക്ക് ഒരു MEX7 സെൻറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ്ഡ് ആവണം. ശരി, നവാസ്. സ്മൃതി, ഞാൻ ഈ ചർച്ച വൈൻഡപ്പ് ചെയ്യുമ്പോൾ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. ഇന്നത്തെ ഒരു പകൽ മുഴുവൻ എല്ലാ ചാനലുകളും പല ഘട്ടത്തിൽ, നിങ്ങളുടെ ഫേസ്ബുക്ക് പേജൊക്കെ നോക്കിയാൽ എല്ലാ ചാനലുകളും പല ഘട്ടങ്ങളിൽ പലതരത്തിലുള്ള വാർത്തകൾ പുറപ്പെടുവിച്ചു. ഇതിൽ നിന്ന് മലയാളി ഒരു പാഠം ഉൾക്കൊള്ളണം. ഒന്നാമത്തായി പാഠം, ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിൻ്റെ ഒരു പ്രസംഗമാണ് നിങ്ങൾ ഇതിന് ആസ്പദമായി ഉയർത്തി കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അനുയായികളോട് അവരുടെ മതപരമായ സ്വകാര്യ ചടങ്ങിനകത്ത് പ്രസംഗിച്ചതാണ്. അത് സംസാരിക്കുന്ന ആരുടെയാണ്? നമ്മളൊരു വിഷയം പറയുമ്പോൾ ആരോട് പറയുന്നു എന്നതല്ല ഏറ്റവും പ്രധാനം. അത് പറയുന്നത് നേരത്തെ ബഹുമാനപ്പെട്ട SVSൻ്റെ പ്രതിനിധി പറഞ്ഞതുപോലെ അവരുടെ അനുയായികളോട് പറയുന്ന കാര്യമാണ്. അത് അവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് മലയാളിക്ക് മുഴുവൻ ബാധകമാവുന്ന ഒരു കാര്യമായി നിങ്ങൾ ചർച്ചയ്ക്ക് എടുക്കല്ല. നിങ്ങൾ ഈ ചർച്ചയിൽ അദ്ദേഹത്തിൻ്റെ പരാമർശത്തെ ഉയർത്തി കാണിക്കുന്നത് തന്നെ ശരിയല്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അദ്ദേഹം പത്രസമ്മേളനം നടത്തിയതല്ല, അദ്ദേഹം എല്ലാവരോടുമായി സംസാരിച്ചതല്ല. പിന്നെയോ അദ്ദേഹത്തിൻ്റെ അനുയായികളോട് സംസാരിച്ചൊരു കാര്യമാണ്. അതിന് അനുയായികൾക്ക് വിട്ടുകൊടുക്ക്. ഇനി ഇതിനെ പൊതു രൂപത്തിൽ നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ, നേരത്തെ ഇവിടെ പ്രിയപ്പെട്ട ഫിറോസ് പറഞ്ഞതുപോലെ സലാം പറഞ്ഞോ ഇല്ലയോ, നമസ്കാരം പറഞ്ഞാണോ തുടങ്ങിയത്, മറ്റെന്തെങ്കിലും അഭിസംബോധന, വളരെ ദുർബലമായ ചർച്ചകളാണ്. ഒരു സമുദായത്തിൽ 2 പേർ, ഞാൻ മുസ്ലിം സമുദായത്തിൽ അംഗമാണ്, ഞാൻ എല്ലാവരോടും സലാം ചെല്ലാറുണ്ട്, എല്ലാവരോടും ഗുഡ് മോർണിംഗ് പറയാറുണ്ട്. എന്താ സലാം പറയുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അഭിസംബോധന മാത്രമാണ്. അതൊരു അന്താരാഷ്ട്ര പ്രശ്നമായി തെളിവായിട്ട് ഒരു സലാം പറഞ്ഞ വീഡിയോ മാത്രം കൊണ്ടുവരണ്ടേ? ഏത് അറക്കൽ ബാബയായാലും ശരി, അതൊരു മുസ്ലിം സമുദായത്തിന്റെ മൊത്തം വാദമായി. സ്മൃതി, ഒരു വ്യക്തി പറഞ്ഞതിന് മുസ്ലിം സമുദായത്തിന്റെ മൊത്തം കാര്യമായി നിങ്ങൾ എടുക്കല. ഇനി സലാം പറയാൻ വേണ്ടി പറഞ്ഞു, അതിനെന്താ ഇത്ര വലിയ തെറ്റെന്നേ ഞാൻ ചോദിക്കുന്നത്. ഞാൻ പറയുന്നത്, ഇനി അവരങ്ങനെ പറഞ്ഞാലും അല്ലെങ്കിലും അതൊരു മുസ്ലിം സമുദായത്തിന്റെ മൊത്തം കാര്യമായി നിങ്ങൾ എടുക്കുന്നുവോ? അങ്ങനെ അല്ലല്ലോ. ഇവിടെ പണ്ഡിത സഭകൾ മതവുമായി ബന്ധപ്പെട്ട്, ഇസ്ലാമിക വിശ്വാസവുമായി ബന്ധപ്പെട്ട് പണ്ഡിത സഭകൾ നിലപാട് പറയാറുണ്ട്. അവർ 2 തരത്തിൽ നിലപാട് പറയും. ഒന്ന് പൊതുസമൂഹത്തോട് സംസാരിക്കും, അവരുടെ അനുയായികളോട് സംസാരിക്കും. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് സംസാരിച്ചത് അവരുടെ അനുയായികളോടാണ്. മതപരമായി അവരുടെ വിശ്വാസങ്ങളിൽ നിങ്ങൾ അവിടെ ഉറച്ചു നിൽക്കണം. ഒരു പുതിയ കൂട്ടായ്മ വന്നിട്ടുണ്ട്, ആ കൂട്ടായ്മയിൽ ചില തെറ്റിദ്ധാരണകൾ പരത്തുന്നുണ്ട്, നിങ്ങൾ അതിൽ പോകണ്ട എന്ന് അവർക്ക് പറയാം. ആ വലയത്തിനകത്തുള്ളവർക്ക് ഫിറോസിനെ പോലെ അതിന് താല്പര്യമില്ലാത്ത അങ്ങനെ പറയുന്ന സമയത്താണ് അറക്കൽ ബാവ പറയുന്നത് ഈ തരത്തിൽ ഭിന്നിച്ചു നിൽക്കുന്ന ആശയപരമായി ഭിന്നിപ്പുള്ളവരെ ഒന്നിപ്പിക്കാൻ ഈ കൂട്ടായ്മയ്ക്ക് കഴിയുന്നുവെന്ന്. അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ പറയുന്നത് കേരളീയ സമൂഹത്തിനകത്ത് അങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള കൂട്ടായ്മകൾ രൂപപ്പെടുന്നു. ജനങ്ങളെ മുഴുവൻ രാഷ്ട്രീയമായി എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഒരുമിച്ചിരിക്കാനുള്ള കൂട്ടായ്മകൾ എന്ന രൂപത്തിലേക്ക് ഇവിടെ പല സാംസ്കാരിക സംഘടന രൂപപ്പെട്ട് വരാറില്ലേ? അറക്കൽ ബാവ മുസ്ലിം സമുദായത്തെ മുഴുവൻ കൂട്ടിയ അങ്ങനെ ഒരു അറക്കൽ ബാവ വിളിച്ചാൽ വരുന്ന ഒരു സമുദായമാണ് കേരളത്തിലെ മുസ്ലിം സമൂഹം എന്നൊന്നും ഒരു ചാനൽ നിങ്ങൾ കരുതല്ലേ? അങ്ങനെയൊന്നും വിചാരിച്ചു പോകല്ലേ. അദ്ദേഹം ഒരു ശ്രമം നടത്തുന്നു, അദ്ദേഹം ഒരു പ്രസംഗം നടത്തിയോ അതൊരു ചാനലിലെ പ്രൈം ഡിബേറ്റിന്റെ ഭാഗമായൊന്നും കൊണ്ടുപോകാൻ മാത്രമില്ല. കേരളീയ സമൂഹത്തിനകത്ത് കാലാകാലങ്ങളിലായി കഴിഞ്ഞ നൂറ്റാണ്ടുകളായി പ്രവർത്തന സംഘടനകളുണ്ട്. ആ സംഘടനയുടെ ഒരു പ്രതിനിധിയാണ് പ്രിയപ്പെട്ട പേരോട് ഉസ്താദ് അവർ. മറ്റു മതസംഘടനകളൊക്കെ ഉണ്ട്. അവർ സംസാരിക്കുന്ന അവരുടെ സമുദായത്തോടാണ്, സമൂഹത്തോട് സംസാരിക്കേണ്ട കാര്യം അവർ പത്രസമ്മേളനം നിർത്തി പറയും. അവരുടെ സമ്മേളനത്തിൽ അവരുടെ ക്യാമ്പിനകത്ത് സംസാരിക്കുന്ന ഒരു കാര്യത്തെ പൊതുസമൂഹത്തിന് വരെ കൊണ്ടുവന്ന് ഇത് പൊതുസമൂഹത്തിന് ബാധകമാണോ എന്ന് ചോദിക്കുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് പൊതുസമൂഹത്തെക്കുറിച്ചല്ല നിങ്ങൾ മലയാളികൾ മുഴുവൻ ഇത് അനുസരിക്കണമെന്ന് പറഞ്ഞോ, മുസ്ലിങ്ങൾ മുഴുവൻ ഇത് അനുസരിക്കണമെന്ന് പറഞ്ഞോ, മതവിശ്വാസികൾ മുഴുവൻ അനുസരിക്കണം അല്ലല്ലോ. അവരുടെ പിൻഗാമികളോട് അവരുടെ അനുയായികളോട് ഈ വിഷയത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് അവർ പറഞ്ഞു. അത് അവരുടെ അവകാശമാണ്. ഈ പറഞ്ഞ ഉസ്താദിന്റെ പ്രസംഗവുമാണ്. അതുകൊണ്ടാണ് ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത്. നിങ്ങൾക്കറിയാം സമസ്തയിലെ ഭിന്നിപ്പ് ഏത് രൂപത്തിലേക്ക് മാറി എന്നുള്ളതിൽ ലീഗിനും അതിന്റെ ഒരു ഭാഗം കൃത്യമായി അറിയാവുന്ന കാര്യമാണ് നവാസ്. അതിന്റെ തുടർച്ചയാണ്. ഇല്ല, അങ്ങനെ പോയിട്ടില്ല. ഞാൻ സംശയങ്ങൾ ചോദിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. 3 തരത്തിലുള്ള പ്രതികരണങ്ങളും ഇവിടെ വന്നിരിക്കുന്നു. ഇത് കാണുന്ന പ്രേക്ഷകന് വിലയിരുത്താൻ കഴിയുകയും ചെയ്യും. വളരെ നന്ദി PK നവാസ്, KV ബഷീർ, M ഫിറോസ് ചർച്ചയിൽ പങ്കെടുത്തതിന്, അതോടൊപ്പം തന്നെ മുൻമന്ത്രി ദേവർകോവിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.